ആഗോള കത്തോലിക്ക സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള കോൺക്ലേവ് 2025 മെയ് മാസം 7-ാം തീയതി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കുമ്പോൾ ആ കോൺക്ലേവിനെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായിട്ടുള്ള വസ്തുതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കത്തോലിക്ക സഭയുടെ സമീപകാല ചരിത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു കോൺക്ലേവാണ് 2025 മെയ് മാസം 7-ാം തീയതി മുതൽ സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കാൻ പോകുന്നത്. 2013-ലും 2005-ലും നടന്ന കോൺക്ലേവുകളിൽ പങ്കെടുത്ത കാർഡിനൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 115 ആയിരുന്നു. 2005-ലും 2013-ലും 117ഓളം പേർക്ക് വോട്ടവകാശമുണ്ടായിരുന്നു. എന്നാൽ 2 പേർ ആ കോൺക്ലേവിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ആരോഗ്യ കാരണങ്ങളൊക്കെ മൂലം 2 പേർ കോൺക്ലേവിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അതുപോലെ തന്നെയാണ് 2025-ലും 2 കാർഡിനൽസ് കോൺക്ലേവിൽ നിന്നും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കാല ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കോൺക്ലേവ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം ഇത്തവണത്തെ കോൺക്ലേവിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 71ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇത്തവണത്തെ കോൺക്ലേവിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. കോൺക്ലേവ് ആരംഭിക്കുന്ന മെയ് മാസം 7-ാം തീയതി നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള ചില ശുശ്രൂഷകളുണ്ട്. അന്ന് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ശുശ്രൂഷകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മെയ് മാസം 7-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിയോടുകൂടി കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിൻ്റെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ പ്രീ കോൺക്ലേവ് മാസ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കപ്പെടും. തങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന കോൺക്ലേവിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്, നടത്തിപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ്, പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാർഡിനൽസ് ആ ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അടുത്തതായി ഈ രാവിലെ നടക്കുന്ന പ്രീ കോൺക്ലേവ് മാസിന് ശേഷം അടുത്തതായി നടക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് പറയുന്നത് വൈകിട്ട് 4:30 പൗളിൻ ചാപ്പലിലാണ്. പൗളിൻ ചാപ്പലിൽ കാർഡിനൽ എലക്ടേഴ്സ് ഒരുമിച്ച് കൂടും. അവർ വിശുദ്ധരോട് പ്രാർത്ഥിക്കും. ആഗോള കത്തോലിക്ക സഭയിലെ വിശുദ്ധരോട് അവർ പ്രത്യേകം പ്രാർത്ഥിക്കും. ലുത്തിനിയെ ചൊല്ലി അവർ പ്രാർത്ഥിക്കും. അതിനുശേഷമായിരിക്കും പ്രദക്ഷിണമായിട്ടും ഏവരും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഏവരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണമായി കാർഡിനൽ എലക്ടേഴ്സ്, കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് പ്രദക്ഷിണമായി ആ ഒരു സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണമായി അവർ നടന്നു നീങ്ങുക. ആ ചാപ്പലിൽ എത്തിയ ശേഷം പരിശുദ്ധാത്മാവേ വരിക എന്ന, എഴുന്നള്ളി വരിക എന്ന ആ ഒരു ഗാനം ലാറ്റിനിൽ ആലപിച്ചുകൊണ്ട് തങ്ങളുടെ ഒരു ഓത്ത് ഓഫ് സീക്രസി അവർ പരിശുദ്ധ ബൈബിളിൽ കൈതൊട്ടുകൊണ്ട് ഓത്ത് ഓഫ് സീക്രസി അവർ എടുക്കും. ആ ഒരു ഓത്ത് ഓഫ് സീക്രസിയിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ പ്രതിജ്ഞയായിട്ട് എടുക്കുക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യനായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വിശ്വസ്തയോടെ സമർപ്പണത്തോടു കൂടി തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റും എന്ന ഒരു പ്രതിജ്ഞ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളിലും വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യും. പുറമേ നിന്നുള്ള യാതൊരു ഇടപെടലുകൾക്കും തങ്ങൾ അനുവാദം കൊടുക്കുകയില്ല എന്ന ആ ഒരു ദൃഢപ്രതിജ്ഞ തന്നെയാണ് അവർ എടുക്കുന്നത്. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ നിയമമനുസരിച്ച് ആ ഒരു സീക്രസി അല്ലെങ്കിൽ ആ ഒരു ദൃഢപ്രതിജ്ഞയിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു എക്സ്കമ്മ്യൂണിക്കേഷൻ പോലുള്ള കടുത്ത ശിക്ഷാ നടപടികൾക്ക് കാർഡിനൽസ് വിധേയരാകേണ്ടി വരും. ഈ ഒരു ദൃഢപ്രതിജ്ഞയ്ക്ക് ശേഷം മാസ്റ്റർ ഓഫ് ദി പൊന്തിഫിക്കൽ ലിറ്റർജിക്കൽ സെറമണീസ് അദ്ദേഹം ഈ കോൺക്ലേവുമായി ബന്ധമില്ലാത്ത എല്ലാവരോടും പുറത്തു പോകാൻ ഉള്ള ആ ഒരു കൽപ്പന പുറപ്പെടുവിക്കും. അത് എക്സ്ട്രാ ഒമിനീസ് എന്നാണ് അറിയപ്പെടുന്നത്. കോൺക്ലേവുമായി ബന്ധമില്ലാത്തവർ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുറത്തേക്ക് പോവുക എന്ന ഒരു കൽപ്പനയായിരിക്കും മാസ്റ്റർ ഓഫ് ലിറ്റർജിക്കൽ സെറമണീസ് പുറപ്പെടുവിക്കുക. അതിനുശേഷമായിരിക്കും കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സെക്കൻഡ് മെഡിറ്റേഷൻ ആ സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ നടക്കുക. ആ ഒരു സെക്കൻഡ് മെഡിറ്റേഷന് നേതൃത്വം നൽകുന്നത് മാർപ്പാപ്പയുടെ നോമ്പുകാല ധ്യാന പ്രഭാഷകനായിരുന്ന കർദിനാൾ കന്തലമാസയാണ്. അദ്ദേഹത്തിന് 90 വയസ്സാണ് പ്രായം. അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന കാർഡിനൽ എലക്ടേഴ്സിനോട് തൻ്റെ ധ്യാന ചിന്തകൾ, പ്രത്യേകിച്ച് കോൺക്ലേവിന് ഒരുക്കമായിട്ടുള്ള ധ്യാനാത്മകമായിട്ടുള്ള ചിന്തകൾ പങ്കുവയ്ക്കും. മാസ്റ്റർ ഓഫ് ദി ലിറ്റർജിക്കൽ സെറമണീസും ഈ ഒരു ഘട്ടത്തിൽ സിസ്റ്റൈൻ ചാപ്പലിൽ ഉണ്ടായിരിക്കും. ആ ഒരു മെഡിറ്റേഷന് ശേഷം കർദിനാൾ കന്തലമാസയും ഒപ്പം തന്നെ മാസ്റ്റർ ഓഫ് ദി ലിറ്റർജിക്കൽ സെറമണീസും സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുറത്തേക്ക് പോകും. കാരണം കർദിനാൾ കന്തലമാസയ്ക്ക് 90 വയസ്സാണ്. അദ്ദേഹത്തിന് നിലവിൽ വോട്ടവകാശമില്ല. അതിനുശേഷമായിരിക്കും കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നടപടിക്രമങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഉള്ളിൽ ആരംഭിക്കുക. മെയ് മാസം 7-ാം തീയതി ആദ്യത്തെ ഒരു വോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ബാലറ്റ് അവിടെ നടക്കും, സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ആ ഒരു വോട്ടെടുപ്പിൻ്റെ ആദ്യത്തെ വോട്ടെടുപ്പിൻ്റെ ആ ഒരു ഫലം നമുക്ക് വൈകിട്ട് ഏകദേശം ഒരു രാത്രി 7 മണിയോടുകൂടി തന്നെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ആ പുകക്കുഴലിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അടുത്ത കാലത്തെങ്ങും ആദ്യത്തെ ബാലറ്റിൽ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത ഒരു ചരിത്രം നാം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബാലറ്റിൽ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്.
തൊട്ടു മുമ്പത്തെ കോൺക്ലേവുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവ് ഏകദേശം 27 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. 5 ബാലറ്റ്, അതായത് 5 തവണത്തെ വോട്ടെടുപ്പിന് ശേഷമാണ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത് 2013. ഇനി 2005 എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 2005 ബെനഡിക്ട് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കോൺക്ലേവ് 24 മണിക്കൂറിനും 25 മണിക്കൂറിനും ഇടയിലുള്ള ഒരു ദൈർഘ്യമാണ് ആ കോൺക്ലേവിന് വേണ്ടി വന്നത്. 4 ബാലറ്റിന് ശേഷമാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭയുടെ പരമാചാര്യനായി 2005 കോൺക്ലേവിൽ തിരഞ്ഞെടുത്തത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ മണിക്കൂറുകൾ മുതൽ വർഷങ്ങൾ വരെ നീണ്ടുനിന്ന കോൺക്ലേവുകൾ സഭയുടെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ഇനി സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം കൂടി നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സിസ്റ്റൈൻ ചാപ്പലിലെ ആദ്യത്തെ ഒരു കോൺക്ലേവ്, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള ആദ്യത്തെ ഒരു കോൺക്ലേവ് നടന്നത് 1492 1878 മുതൽ തുടർച്ചയായി കോൺക്ലേവുകൾ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഉള്ളിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ സിസ്റ്റൈൻ ചാപ്പൽ, ഒപ്പം തന്നെ അതിന് മുകളിൽ ഇന്നലെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചിമിനിയിലൂടെ ആയിരിക്കും വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ, മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ തിരഞ്ഞെടുത്തില്ലയോ എന്നൊരു കാര്യം ലോകം അറിയുന്നത്. ഇനി നിലവിലെ സാഹചര്യത്തിൽ 133ഓളം കാർഡിനൽസാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അതിൽ 89 വോട്ട് നേടുന്ന, അല്ലെങ്കിൽ 89-ലധികം വോട്ട് നേടുന്ന കാർഡിനലായിരിക്കും 267 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരുപക്ഷെ തുടർച്ചയായി 3 ദിനത്തെ വോട്ടെടുപ്പിന് ശേഷം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കാർഡിനൽസിന് സാധിച്ചില്ലെങ്കിൽ അവർ ഒരു ദിവസത്തെ ബ്രേക്ക് എടുക്കും. പിന്നീട് ആ ഒരു ദിവസം ധ്യാന ചിന്തകൾക്കും മറ്റുമായി അവർ നീക്കിവെക്കും. തുടർച്ചയായി 9 ദിനവും വോട്ട് ചെയ്തിട്ടും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പിന്നീടുള്ള ഒരു പ്രോസസ്സ് ഇങ്ങനെയായിരിക്കും. ആ തൊട്ട് മുമ്പ് നടന്ന വോട്ടെടുപ്പിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്, ആരാണോ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്, ഏത് കാർഡിനാലാണോ സെക്കൻഡ് പൊസിഷനിൽ വന്നത്, അവർ തമ്മിലായിരിക്കും പിന്നീട് ആ ഒരു വോട്ടെടുപ്പ് നടക്കുക. അതായത് അവരായിരിക്കും പിന്നീട് ഒരു കാൻഡിഡേറ്റ്സ് ആയിട്ട് വരിക. പിന്നീട് നടക്കുന്ന വോട്ടെടുപ്പ്, പിന്നീട് കാർഡിനൽസ് ചൂസ് ചെയ്യുന്നത് ഈ 2 പേരുകളായിരിക്കും കാർഡിനൽസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, 9 ദിനവും കോൺക്ലേവ് നടന്നിട്ടും പോപ്പിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഏറ്റവും അവസാനമായി നടന്ന ആ ഒരു ബാലറ്റിൽ ഏത് കാർഡിനലാണോ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്, ഏത് കാർഡിനലാണോ രണ്ടാമത്തെ ഒരു പൊസിഷനിൽ വന്നത്, പിന്നീട് ആ 2 പേരുകളായിരിക്കും കാർഡിനൽ എലക്ടേഴ്സിൻ്റെ മുൻപിൽ വരിക. ഇവർക്ക് 2 പേർക്കും വേണ്ടിയിട്ടായിരിക്കും പിന്നീട് ആ ഒരു കോൺക്ലേവിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ ഒരു കാര്യങ്ങളാണ് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം തന്നെ മെയ് 7 എന്തൊക്കെ ശുശ്രൂഷകളാണ് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലും സിസ്റ്റൈൻ ചാപ്പലിലും നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും പങ്കുവച്ചത്. വത്തിക്കാൻ ചത്തുരത്തിൽ നിന്നും ജോർജി ജോസ്, ഷെക്കേന ന്യൂസ്.